ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത എസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ആർട്ടിക്കിളുകളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സെൻസസ്. സെൻസസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളുടെ 2021 നടക്കേണ്ട സെൻസസ് ഇനി 2026, 27 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇൻഫോർമേഷൻ, ഈ 2027 നടക്കുന്ന സെൻസസിന്റെ ആദ്യത്തെ ഇൻഫോർമേഷൻ ഉടനടി ലഭ്യമാകും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഡിജിറ്റൽ സെൻസസ് ആയിട്ടാണ് 2021 സെൻസസ് നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം ഡിജിറ്റൽ റവല്യൂഷൻ, ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സെൻസസ് ആണ്. സോ ഇതിനെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ സെൻസസ് പ്രോസസ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ആപ്പുകളും വെബ് പോർട്ടലുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ നേരത്തെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 6 വർഷത്തോളം പിന്നിലാണ് ഈ സെൻസസിന്റെ കാര്യത്തിൽ. 2021 ആക്ച്വലി നടക്കേണ്ടതായിരുന്നു. നമ്മൾക്കിപ്പോ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എത്ര ആളുകളുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല. അത് എങ്ങനെയാണ് ആളുകൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല. ഡെമോഗ്രഫിയുടെ ക്യാരക്ടറിസ്റ്റിക്സും സ്ട്രക്ചറും മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള ആകെ ഡാറ്റ ഏതാണ്? 2011 ഡാറ്റയാണ് നമുക്ക് എഫക്റ്റീവ്ലി കയ്യിലുള്ളത്. അല്ലാണ്ട് വിവിധ പഠനങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ ഡാറ്റകളുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ്ലി കയ്യിലുള്ളത് 2011 സെൻസസ് ഡാറ്റയാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതായത് ഡിജിറ്റൽ സെൻസസ് ആണ് 2027 നടക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ജൂണിലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സെൻസസിനെ കുറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്കൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്തു പോകാം. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെൻസസ് നടക്കുന്നത്. പ്രാചീന കാലം മുതലേ സെൻസസ് ഉണ്ടായിരുന്നു. കൗഡല്യന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഋഗ്വേദിക് പീരീഡിലാണെങ്കിലും ദെൻ അക്ബറുടെ കാലഘട്ടത്തിലാണെങ്കിലും ഈ സെൻസസ് എന്ന പ്രോസസ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ മോഡേൺ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസിന് മുൻപ് വന്നപ്പോൾ 1881 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. ഒരു സിൻക്രണസ് ആയിട്ടുള്ള സെൻസസ് നടക്കുന്നതെന്നാണ് 1881. അതിനുശേഷം 10 വർഷങ്ങൾ കൂടുമ്പോൾ സെൻസസ് നടന്നു പോയിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? 1931, 1901 നടന്നു, 1921 നടന്നു, 1931 നടന്നു. ദെൻ ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ എന്ത് സംഭവിച്ചു? ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ സെൻസസ് നടന്നത് 1951. സോ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1950 മുതലുള്ള സെൻസസുകൾ നടന്നത്? സെൻസസ് ആക്ട് 1948. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം സെൻസസ് ആക്ട് 1948 അണ്ടറിലാണ് ആദ്യത്തെ സെൻസസ് നടന്നത്. ആരാണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി? ഈ സെൻസസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓർക്കുക, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. നമ്മളുടെ സെൻസസ് നടത്തുന്നതിനുള്ള ഏറ്റവും നോഡൽ ആയിട്ടുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അമിത് ഷാ നയിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ആഭ്യന്തര മന്ത്രിയാണ്, നമ്മളുടെ ആഭ്യന്തര മന്ത്രാലയമാണ് നമ്മളുടെ സെൻസസ് നടത്താനായിട്ടുള്ള ഉത്തരവാദിത്തം ഉള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ ആർക്കാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്ന ആൾക്കാണ് സെൻസസ്, അതായത് പെർട്ടിക്കുലർ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ മിനിസ്ട്രിയുടെ കീഴിൽ സെൻസസ് നടത്തുവാനായിട്ടുണ്ട്. സോ ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? സെൻസസ് നടത്താനായിട്ടുള്ള നോഡൽ ഓഫീസർ ആണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഓഫീസർ ആണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? അദ്ദേഹം വരുന്നത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി എത്രാമത്തെ സെൻസസ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്? സെൻസസ് 1881 മുതൽ നോക്കുകയാണെങ്കിൽ 16ാമത്തെ സെൻസസ് ആണ് ഇന്ത്യയിൽ ഇപ്പോ നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇതെല്ലാമാണ് സെൻസസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാണ് 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് സെൻസസ് നടത്തുന്നത്. സെൻസസ് ഒരു യൂണിയൻ സബ്ജക്റ്റ് ആണ്. സെൻസസ് നടത്തുക, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റ് ആണ്. ദെൻ 1881 പറഞ്ഞു. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് എന്ന് പറഞ്ഞു? നോഡൽ ഏജൻസി ആരാണ്? ഹോം മിനിസ്ട്രി ആണ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. മനസ്സിലായി? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ പല ഇത് നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതാരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നടത്തുന്നത്. സോ സെൻസസ് നടത്തുന്നത് പെർട്ടിക്കുലർലി ആരാണ്? ഹോം മിനിസ്ട്രി ആണ്. മനസ്സിലാവുക?
സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മ്യാൻമറിൽ ഒരു എത്തനിക് കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. മ്യാൻമറിന്റെ ബോർഡറിൽ, പ്രത്യേകിച്ച് മേജർ മ്യാൻമർ റീജിയനിലല്ല, നമ്മളുടെ മ്യാൻമറും ഇന്ത്യയുമായി ചേരുന്ന മിസോറമിന്റെ ബോർഡറിൽ ഒരു എത്തനിക് കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ചിൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് ഉണ്ട് ഈ മ്യാൻമർ ഇന്ത്യ തീരത്ത് മീൻസ് ബോർഡറിൽ. സോ അവിടെ ഒരു എത്തനിക് കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അത് കാരണം 4000 ചിൻ പീപ്പിൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. 4000-ഓളം ചിൻ പീപ്പിൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ചിൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഈ മ്യാൻമറിനും നമ്മളുടെ മിസോറമിനും ഇടയിലൂടെ ഒരു ഇമ്പോർട്ടന്റ് നദി ഒഴുകുന്നുണ്ട്, തായോ റിവർ, അല്ലെങ്കിൽ TAYO എന്ന് പറയും, അല്ലെങ്കിൽ TIAU എന്ന് പറയും, തായോ റിവർ. മനസ്സിലായോ? ഈ റിവർ ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലൂടെ ഒഴുകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ റിവർ ആണ്. പെർട്ടിക്കുലർലി ഈ ബോർഡർ ആണ് നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളെയും ഡിവൈഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ഓക്കെ. സോ അതിന്റെ തീരത്താണ് ഈ ചിൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഡിസ്ട്രിക്ട് മാത്രമാണ് ഇൻചിൻ. സോ ഇത് നമുക്കൊരു ഇന്റേണൽ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മറ്റു രാജ്യങ്ങളിലുള്ള അഭയാർത്ഥി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അഭയാർത്ഥികളായിട്ട് മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യുകയാണ്. മ്യാൻമറിന് മുന്നേ ഒരു ചരിത്രമുണ്ട്, റോഹിംഗ്യൻ മുസ്ലിംസിന്റെ ചരിത്രം. സോ റോഹിംഗ്യൻ മുസ്ലിംസിനെ പെർസിക്യൂട്ട് ചെയ്യുമ്പോൾ അവര് പാലായനം ചെയ്ത് എവിടെയാ വരുന്നത്? ഇന്ത്യയിലേക്കാണ് വരുന്നത്. മനസ്സിലായോ? സോ ഇത് ഒരു പേഴ്സണൽ ക്രൈസിസ് ഉണ്ടാക്കുകയാണ് ഇന്ത്യക്ക്. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇന്ത്യയും മ്യാൻമറുമായിട്ടുള്ള റിലേഷൻ എന്ന് നോക്കാം. അതിനു മുൻപ് മ്യാൻമറിന്റെ മാപ്പ് നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് നമ്മളുടെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ്. ഇവിടെ ആരൊക്കെയുണ്ട്? അരുണാചൽ പ്രദേശ് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂർ ഉണ്ട്, മിസോറം ഉണ്ട്. സോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര ഉണ്ട് ഇന്ത്യക്ക്? ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഷെയർസ് ബോർഡർ ബിറ്റ്വീൻ മ്യാൻമർ? 4 ആണോ 5 ആണോ? ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറഞ്ഞു. 4 സ്റ്റേറ്റുകളാണ്. മനസ്സിൽ ഉറപ്പിച്ചോ. നിങ്ങൾ ത്രിപുര എന്നുള്ള ഒരു സ്റ്റേറ്റ് നിങ്ങൾ ഓർക്കും, പക്ഷേ മനസ്സിലാക്കുക, ത്രിപുര എന്ന് പറയുന്നത് ഫുള്ളി ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് മാത്രം മേർജ് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മനസ്സിലായോ? ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റ് ബംഗ്ലാദേശ് മാത്രമേ ബോർഡർ ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കി 4 നോർത്ത് ഈസ്റ്റിലെ ബാക്കി വരുന്ന പ്രധാനപ്പെട്ട 4 ബോർഡർ സ്റ്റേറ്റുകളാണ്. ഒന്ന് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറം. ഇങ്ങനെ 4 സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. മനസ്സിലായോ? മ്യാൻമർ സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയുടെ പാർട്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊവിൻസ് ആയിരുന്നു ഈ മ്യാൻമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് മ്യാൻമറിനെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മാറ്റാനായിട്ട്, അതായത് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ഉത്തരവ് വരുന്നത്. ഏത് ആക്ടിലൂടെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മ്യാൻമറിനെ മാറ്റണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിനുശേഷം 1935 മുതലാണ് നമ്മളുടെ പാർട്ടല്ലാതെ, ഇന്ത്യയുടെ പാർട്ടല്ലാതെ 1937 മുതലൊക്കെയാണ് ഒഫീഷ്യലി നമ്മളുടെ പാർട്ടല്ലാതായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുക്കുന്ന സമയമായിരുന്നു ആ 2 വർഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇന്ത്യയും മ്യാൻമറും 2 രാജ്യങ്ങളായിട്ട് മാറി. ഓൾറെഡി മ്യാൻമർ 35 കാലഘട്ടങ്ങളിലെ 2ആയിട്ട് പിരിഞ്ഞെങ്കിലും നമ്മൾ ഒഫീഷ്യലി ഇന്ത്യ ഒരു സ്വതന്ത്രമായി, മ്യാൻമർ സ്വതന്ത്രമായി വന്നു. മനസ്സിലായോ? അതിനുശേഷം 1951 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മ്യാൻമറുമായിട്ട് ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സൈൻ ചെയ്തു. ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ദെൻ നമ്മളുടെ പല നെയ്ബർ ഫസ്റ്റ് പോളിസികളിലും, അല്ലെങ്കിൽ നമ്മളുടെ പല ഇന്റർനാഷണൽ റിലേഷൻസ് പോളിസികളിലും മേജർ ഒരു പങ്ക് മ്യാൻമറിനുണ്ട്. കാരണം എന്താണ്? കാരണം മ്യാൻമറിന് തൊട്ടപ്പുറം വേറൊരാളുണ്ട് നമുക്ക്. ആരാണ്? ചൈനയുണ്ട്. സോ ചൈന നമുക്ക് ത്രെറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ മ്യാൻമറും ചൈനയുമായിട്ടുള്ള അടുപ്പം കൂടുന്തോറും അത് നമ്മളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും ഇന്റർനാഷണൽ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും. അത് കാരണം മ്യാൻമറുമായിട്ട് നമ്മൾ നല്ല സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ എക്കോണമിക് കോർപ്പറേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ട്രേഡ് ഫെസിലിറ്റി, അല്ലെങ്കിൽ താരിഫ് റിഡക്ഷൻ ചെയ്തുകൊണ്ടുള്ള ഫെസിലിറ്റീസ്. ദെൻ സോഫ്റ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി.
എക്കോണമിക്കൽ റിലേഷൻസ് വന്നു, സോഫ്റ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി, ദെൻ കൾച്ചറൽ ടൈസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതായത് മ്യാൻമറിന്റെ ബേസിക് ആയിട്ടുള്ള മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൾച്ചറൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ബുദ്ധിസത്തിനോടാണ്. മ്യാൻമറിന്റെ കൾച്ചർ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ബുദ്ധിസത്തിനോടാണ്. അതും ഒരു തീവ്രമായ ഒരു ബുദ്ധിസ്റ്റ് ചിന്താഗതി മ്യാൻമേഴ്സ് വെച്ച് പുലർത്തുന്നുണ്ട്. മനസ്സിലായോ? സോ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മതമാണല്ലോ ബുദ്ധിസം. സോ അത് നമ്മളുടെ കൾച്ചറൽ ടൈസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ട്രേഡ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ഞാൻ പറഞ്ഞു. എനർജീസിൽ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം മ്യാൻമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ ഡെവലപ്പിംഗ് ഓർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ അവർക്ക് പല ആവശ്യങ്ങളും ഇതിനിടയിൽ ഉണ്ടാവും. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും? എനർജിയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു. ദെൻ നമ്മൾ മ്യാൻമറിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് UPSC പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രൊജക്ട് കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് ആണ്. കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് കേൾക്കാത്തവർ എഴുതി വെക്കുക, റിസർച്ച് ചെയ്യുക, എഴുതി വെക്കുക. കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട്. രണ്ടാമത്തത് ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ ആണ്. ദെൻ ഇൻഡോ മ്യാൻമർ ഫ്രണ്ട്ഷിപ്പ് റോഡ്. ഇൻഡോ മ്യാൻമർ ഫ്രണ്ട്ഷിപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 വന്നതാണ്. സോ അത് കറന്റ് UPSCക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്താം. അതായത് ഇങ്ങനെ ഒരു പ്രൊജക്ട് അവിടെ നടന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇൻഡോ മ്യാൻമർ ഒരു ഫ്രണ്ട്ഷിപ്പ് റോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് 2001. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട്. എന്താണ് കലാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള കണക്ഷന് ഏറ്റവും അടിസ്ഥാനം എങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരാൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണ്, പെർട്ടിക്കുലർലി ത്രിപുരയിലേക്ക് പോവുകയാണ്. എങ്ങനെ പോകും? നമ്മൾ ഇവിടെ നിന്ന് ബംഗാൾ വഴിയാണ് പോകുന്നത്. ബംഗാൾ ചെന്നിട്ട് എവിടെ പോകണം? സിലിഗുരി കൊറിഡോറിലേക്ക് കയറണം. ഞാൻ മാപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. സിലിഗുരി കൊറിഡോറിലേക്ക് കയറിയിട്ട് ഒരു ചിക്കൻ നെക്ക് പോലെയുള്ള ഒരു പാട്ടുണ്ട്, മനസ്സിലായോ? എന്നിട്ട് വേണം നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് റോഡ് മാർഗം പോകാനായിട്ട്. അത് ആസാമിലേക്കാണെങ്കിലും നാഗാലാൻഡിലേക്കാണെങ്കിലും ത്രിപുരയിലേക്കാണെങ്കിലും എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ സിലിഗുരി കൊറിഡോർ കടന്നു വേണം പോകാനായിട്ട്. സോ അത് ഒരു ചെറിയ കൊറിഡോറാണ്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ത്രെട്ട് വന്നു കഴിഞ്ഞ് ആരെങ്കിലും ആ സിലിഗുരി കൊറിഡോർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ചൈന ഫോർ എക്സാമ്പിൾ സിലിഗുരി കൊറിഡോർ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. മനസ്സിലായോ? നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു ഫുഡ് സാമഗ്രികൾ പോലും എത്തിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. സോ ആ ഒരു പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ സിക്കിമിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ഇടയിലുള്ള പാർട്ടാണ് ഈ സിലിഗുരി കൊറിഡോർ എന്ന് പറയുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരാൾ മണിപ്പൂരിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ട് മണിപ്പൂരിലേക്ക് പോകണം. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇന്ത്യയിൽ ഒരാള് മണിപ്പൂരിലേക്ക് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കടൽ നീന്തി മ്യാൻമറിലേക്ക് ചെന്നിട്ട് മണിപ്പൂരിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് നോർമലി റോഡ് മാർഗം ഇന്ത്യയിൽ തന്നെ കൂടി പോകണമെങ്കിൽ ഈ സിലിഗുരി കൊറിഡോർ കടന്നു വേണം പോകാൻ. മനസ്സിലായോ? സോ ഇവിടെ ചൈന അങ്ങ് ആക്രമിച്ച് ഇതൊന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പെർട്ടിക്കുലർ പാർട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കരമാർഗം എത്തിപ്പെടാനായിട്ട് ഒരു വഴിയുമില്ല. അതാണ് നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ചസ്, സെക്യൂരിറ്റി ചലഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായി? സോ ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ് ഏത് പ്രൊജക്റ്റിലൂടെ? കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റിലൂടെ. മനസ്സിലായോ? കലാതൻ എന്ന് പറയുന്നത് മ്യാൻമറിലെ ഒരു റിവറാണ്. കലാതൻ എന്ന് പറയുന്നത് മ്യാൻമറിലെ ഒരു റിവറാണ്. എന്താണ് മൾട്ടി മോഡൽ പ്രൊജക്ട്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൽക്കട്ട പോർട്ട്, വെസ്റ്റ് ബംഗാളിലുള്ള കൽക്കട്ട പോർട്ടിൽ നിന്ന് നമ്മൾ സാധന സാമഗ്രികളും കയറ്റിയിട്ട് ഒരു കപ്പല് മ്യാൻമറിലെ സിത്വേ പോർട്ടിലേക്ക് പോകും. ഏത് പോർട്ടാണ്? സിത്വേ പോർട്ട്. ഇമ്പോർട്ടന്റ് ആണ്, വീണ്ടും പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്. കൽക്കട്ടയിൽ നിന്ന് ഒരു കപ്പല് സാധന സാമഗ്രികൾ കയറ്റിയിട്ട് 539 കിലോമീറ്റർ സഞ്ചരിച്ച് സിത്വേ പോർട്ടിലേക്ക് പോകും. അത് കലാതൻ റിവറിലൂടെ കയറിയിട്ട് എവിടെ ചെല്ലും? പലേട്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അല്ലെങ്കിൽ കലാതൻ റിവറിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തും. അതിനുശേഷം അത് റോഡ് മാർഗം ഇന്ത്യയിലേക്ക് പോകും. മനസ്സിലായോ? ആദ്യം കപ്പലിൽ സഞ്ചരിച്ചു,
എവിടെ എത്തി? സിത്വേ പോർട്ടിലെത്തി. സിത്വേ പോർട്ടിലൂടെ കലാതൻ റിവറിലേക്ക് കയറിയിട്ട് കലാതൻ റിവറിലൂടെ കുറച്ച് നേരം സഞ്ചരിച്ചു. എന്നിട്ട് പിന്നീട് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് മൾട്ടി മോഡൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ത്രൂ വാട്ടർ മാത്രമല്ല, ത്രൂ റോഡ് മാത്രമല്ല, മൾട്ടി മോഡൽ ആയിട്ടുള്ള ഡിഫറെന്റ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഇതിനെ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. കലാതൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കലാതൻ റിവറിലാണ് ഈ സിത്വേ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? കലാതൻ റിവറിന്റെ അഴിമുഖത്തിലാണ് ഈ സിത്വേ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സിത്വേ പോർട്ട് ഇന്ത്യ നിർമ്മിച്ചു നൽകിയതാണ്. കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇന്ത്യ നിർമ്മിച്ചു നൽകിയ പോർട്ടാണ് സിത്വേ പോർട്ട്. എനിക്ക് തോന്നുന്നു 2011 16 കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പണികളെല്ലാം നടന്നിട്ടുള്ളത്. സോ ഒരു പെട്ടെന്നുള്ളൊരു ഇമ്പാക്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്കോണമിക്കൽ പാർട്ടിൽ നോക്കാം, ഇത്രയും സമയമെടുത്ത് നമ്മൾ ഈ മല താണ്ടി ഈസ്റ്റേൺ സ്ഥലത്തേക്ക് എത്തുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടി എക്കോണമിക്കലി വയബിൾ ആയിട്ടുള്ള ഈ കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റിലെ വഴി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ മ്യാൻമറുമായിട്ട്. ആരായിട്ട്? മ്യാൻമറുമായിട്ട്. രണ്ടാമത്തെ കോപ്പറേഷൻ ഈസ് റിലേറ്റഡ് ടു ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ. അതായത് എങ്ങനെയാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് മ്യാൻമറിനെ കണക്ട് ചെയ്ത് തായ്ലൻഡിലേക്കും ഇന്തോനേഷ്യ അടക്കമുള്ള ASEAN രാജ്യങ്ങളിലേക്ക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസ്, മനസ്സിലായോ? സൗത്ത് ഈസ്റ്റ് നേഷൻസിലേക്ക് ഒരു കണക്ഷൻ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അത് നേപ്പാൾ ത്രൂ ബന്ധിപ്പിക്കാനായിട്ടുള്ള പരിപാടികളും നമ്മൾ നോക്കുന്നുണ്ട്. നേപ്പാളും ഈ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ഉണ്ട്. മനസ്സിലായോ? സോ അതുകൊണ്ട് അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എവിടെന്നാ തുടങ്ങുന്നത്? ഇന്ത്യയിൽ നിന്ന് തുടങ്ങി മ്യാൻമറിലേക്ക് കടന്നിട്ട് നമ്മൾ എവിടേക്ക് പോകും? ഇന്ത്യയിൽ നിന്ന് തുടങ്ങി മ്യാൻമറിലേക്ക് കടന്നിട്ട് നമ്മൾ തായ്ലൻഡിലേക്ക് പോകും. ദെൻ അതുവഴി മലേഷ്യ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു റോഡ് ഫെസിലിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ മേജർ പാർട്ണർഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ? മ്യാൻമറുമായിട്ടുള്ള മേജർ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ കോപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്തൊക്കെയാണ് ചലഞ്ചസ് ഉള്ളത് നമുക്ക്? ഇനി ചലഞ്ചസിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഇതാണ്, നമ്മളുടെ മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ, റെഫ്യൂജി മൈഗ്രേഷൻ ആണ്. മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നം, കാരണം ഈ ബോർഡർ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എത്തനിക് ഗ്രൂപ്പുകളുള്ള സ്ഥലങ്ങളാണ്, ഒരുപാട് എത്തനിക് ഗ്രൂപ്പുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. സോ അവിടെ എന്തെങ്കിലും ചെറിയ ഇടി പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ മൈഗ്രേഷൻ സംഭവിക്കും. സോ ഒരു ഹോസ്റ്റൈൽ എൻവിറോൺമെന്റ് ആണ് ആ ബോർഡറിൽ നമുക്കുള്ളത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ മ്യാൻമർ അടക്കമുള്ള റീജിയൻ ഹൈലി ഡ്രഗ് ട്രാഫിക് നടക്കുന്ന സ്ഥലമാണ്. ഡ്രഗ് ട്രാഫിക്കുകൾ നടക്കുന്ന സ്ഥലമാണ്. മനസ്സിലായോ? ഇന്ത്യക്ക് പ്രധാനപ്പെട്ട 2 ഡ്രഗ് ട്രാഫിക്കിംഗ് ത്രെട്ടുകൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡ്രഗുകൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. അതിനെ ഗോൾഡൻ ക്രസന്റ് ആൻഡ് ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റീജിയനിൽ അതിഗംഭീരമായിട്ട് ഒപ്പിയം അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ടെററിസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്ന ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്ന ഭാഗം ഇന്ത്യയുടെ വെസ്റ്റിലുണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റിലാണെങ്കിലോ ഗോൾഡൻ ട്രയാങ്കിൾ. സോ മ്യാൻമർ ഈ ഗോൾഡൻ ട്രയാങ്കിളിന്റെ പാർട്ടാണ്. അവിടെ ഒരുപാട് ഡ്രഗുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലീഗലായിട്ടും ലീഗലായിട്ടും. സോ ഇത് ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനായിട്ട് എളുപ്പമാണ്. ഇന്ത്യ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. സോ ഈ ഒരു ചലഞ്ച് അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ചലഞ്ചുകൾ നമ്മളുടെ മുന്നിലുണ്ട്. ചൈനയുടെ ഏറ്റവും വലിയൊരു ത്രെട്ട് ഉണ്ട്. ചൈന മ്യാൻമറുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. മ്യാൻമറിൽ പോർട്ടുകൾ ബിൽഡ് ചെയ്യാനായിട്ടും സാഗർമാല പ്രൊജക്ട്, അങ്ങനെ ഡിഫറെന്റ്, സാഗർമാലയല്ല, നമ്മളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രൊജക്ട് അടക്കമുള്ള പല പ്രൊജക്ടുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ആരുണ്ട്? ചൈനയുണ്ട്. സോ ഇതെല്ലാം നമ്മൾ സസൂക്ഷ്മം വാച്ച് ചെയ്യണം. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇതാണ് മ്യാൻമർ ഇന്ത്യ റിലേഷൻ വിത്തിൻ ലിമിറ്റഡ് പീരീഡിൽ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. സോ ഇപ്പൊ കറന്റ് ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ കറന്റ് കുറച്ച് റെഫ്യൂജീസ് വരികയാണ്. ഈ 4000 പേരെ അക്കോമഡേറ്റ് ചെയ്യണം. എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ആരിതിന് ഫണ്ട് കൊടുക്കും? ഇതെല്ലാം പ്രശ്നമാണ്. മനസ്സിലായോ?
സോ റെഫ്യൂജിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരു പെർട്ടിക്കുലർ നിലപാടുണ്ടോ എന്നുള്ളതെല്ലാം ചോദ്യമാണ്. എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്? സോ അത് വലിയൊരു ചലഞ്ച് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ, മ്യാൻമറിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് റെഫ്യൂജീസ് ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പൊളിറ്റിക്കലിയും ഡെമോഗ്രഫിക്കലിയും പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടാവും. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ മ്യാൻമർ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലേക്ക് നമ്മൾ നോക്കി. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് കോർപ്പറേഷനുകൾ നടത്തുന്നത്. എക്കോണമിക് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ദെൻ കൾച്ചറൽ കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്നു, ദെൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്നു. രണ്ട് പ്രൊജക്ടുകൾ പെർട്ടിക്കുലർലി നമ്മൾ എടുത്തു പറഞ്ഞു. ഏതാണ്? കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട്. കലാതൻ എന്താണ് മൾട്ടി മോഡൽ ആവുന്നത്? കലാതൻ എന്താണ്? കലാതൻ അവിടുത്തെ റിവർ ആണ്. മൾട്ടി മോഡൽ ആവുന്നത് നമ്മൾ പോർട്ടുകൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പൽ വഴി മാത്രമല്ല ട്രാൻസിറ്റ് ചെയ്യുന്നത്, റോഡ് മാർഗം കൂടി ട്രാൻസിറ്റ് ചെയ്യുന്നത്. അതിന്റെ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. ദെൻ മറ്റൊരു റോഡ് പറഞ്ഞു, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ASEAN രാജ്യങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ കൊടുക്കുന്ന റോഡിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. ഇതാണ് ഇന്ത്യ മ്യാൻമർ റിലേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ. കേരളീയനായിട്ടുള്ള ഡോക്ടർ KR ആന്റണിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ വളരെ വലുതാണ് ഇന്ത്യയുടെ ഒരു പോളിസി മേക്കിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ. അപ്പൊ നമുക്ക് പെർട്ടിക്കുലർലി ഈ ആർട്ടിക്കിളിനെ സംബന്ധിച്ച് നോക്കാം. എന്താണ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഡിഫറെന്റ് സ്റ്റേറ്റ്സിനും ഡിഫറെന്റ് സ്പെസിഫിക്കിലാണ് ഇത് വരുന്നത്. ഇദ്ദേഹം ഈ ആർട്ടിക്കിളിൽ മൂന്നായിട്ട് ഈ സ്റ്റേറ്റുകളെ, സംസ്ഥാനങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതായത് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മളുടെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കൂടുതലുള്ള സ്റ്റേറ്റുകൾ, ദെൻ സദേൺ സ്റ്റേറ്റുകൾ, കമ്പാരിറ്റീവ്ലി സദേൺ സ്റ്റേറ്റുകൾ, അതുകൂടാണ്ട് അതർ സ്റ്റേറ്റുകൾ, ഇതിൽ രണ്ടിലും പെടാതെ മിനിമൽ ആയിട്ട് നിൽക്കുന്ന അതർ സ്റ്റേറ്റുകൾ. ഇങ്ങനെ മൂന്ന് ഡിവിഷനുകൾ അദ്ദേഹം ഇതിൽ നടത്തിയിട്ടുണ്ട്. ദെൻ 3 സ്റ്റേജ് ഓഫ് പ്രോബ്ലംസ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 3 സ്റ്റേജ് ഓഫ് പ്രോബ്ലംസ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ്, ദെൻ എന്താണ് വേ ഫോർവേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ എന്താണ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ജീവനുള്ള ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര പേരുടെ മാതാവ് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റിന്റെ അടിസ്ഥാനം. 1,00,000 എത്ര പേരുടെ മാതാവ് മരിച്ചു പോകുന്നു, എത്ര പേരുടെ മദർ മരിച്ചു പോകുന്നു. അത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻസിയുടെ കാരണം കൊണ്ട് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം 42 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു. പ്രഗ്നൻസിക്ക് ശേഷം 42 ദിവസത്തിനുള്ളിൽ മരിച്ചു പോവുകയാണ്. എന്നാൽ അത് ആക്സിഡന്റും അല്ലെങ്കിൽ ഇൻസിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് മേജർലി റിലേറ്റഡ് ടു പ്രഗ്നൻസി കാരണം മരിച്ചു പോകുന്നവരുടെ എണ്ണം എത്രയാണെന്ന് എടുക്കും. എത്രയില്? 1,00,000 ലൈവ് ബേർത്തുകളിൽ എത്ര പേര് മരിച്ചു പോകുന്നുണ്ട് എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്രയിലായിരിക്കും? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശു മരണനിരക്ക്. 1000 ശിശുക്കൾ ജനിക്കുമ്പോൾ, 1000 ജീവനുള്ള ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര പേര് മരിച്ചു പോകുന്നു? എത്രയാണ്? 1000 ആണ്. അതായത് ഇവിടെ ഒരു ഡിഫറൻസ് ഇല്ലേ? 1000 ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എത്ര ഇത് വരുന്നേ, എത്ര പേര് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നത്. പക്ഷേ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ വരുമ്പോൾ അത് 1,00,000 ആയിട്ട് മാറുന്നു. 1,00,000 എത്ര പേര് മരിക്കുന്നു? അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? 1000-ഉം 1,00,000-ഉം തമ്മിൽ എന്താ വ്യത്യാസം? അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണ്? മിനിമം എത്ര വയസ്സുള്ളവരാണ് പ്രസവിക്കുന്നത്? 18 വയസ്സെങ്കിലും ഉള്ളവരാണ് ഇന്ത്യയിൽ പ്രസവിക്കുന്നത്. അപ്പോ എന്താണ്? 18 വയസ്സ് വരെ ഇന്ത്യൻ സ്റ്റേറ്റ് നൽകുന്ന ന്യൂട്രീഷനും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവര് ഫിറ്റ് ആയിരിക്കുന്ന ഒരാളാണ് ഈ പ്രഗ്നൻസിയിലേക്ക് കടക്കുന്നത്. പെർട്ടിക്കുലർലി ന്യൂട്രീഷനിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പേഴ്സെ ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ
പ്രഗ്നൻസിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോ അവർ ഈ 1000-ല് ഒരാൾ പോലും മരിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് 1,00,000-ൽ നമ്മൾ കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു ടിക്കറ്റ് സൈസ് ലാർജ് ആണ്. കാരണം എന്താണ്? അമ്മമാരാണ്, 18 വയസ്സ് മുകളിലുള്ളവരാണ്. 1000-ൽ മറ്റേ കുട്ടികളുടെ കാര്യമാണെങ്കിലോ, കുട്ടികൾ കാര്യങ്ങൾ ജനിച്ചു വീഴുന്ന കുട്ടികളാണ്. അതായിരുന്നു നമ്മൾ നമ്പറിന്റെ ടിക്കറ്റ് സൈസ് കുറച്ച് വെച്ചിരിക്കുന്നത്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഉള്ള ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. സോ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എത്രയിലാണ്? 1,00,000-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ 1000-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ്? 93 ആണ്. കറണ്ട് റിപ്പോർട്ട് പ്രകാരം കറണ്ട് നമ്മളുടെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് 93. അതായത് 1,00,000 ജീവനുള്ള ജനനങ്ങൾ നടക്കുമ്പോൾ അതിൽ 93 പേരുടെയും മാതാവ് മരിച്ചു പോകുന്നു. മനസ്സിലായോ? സോ എന്താണ് ഇന്ത്യയുടെ പ്രശ്നം? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ് ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് വരുന്നത്. അതിൽ ചില സംസ്ഥാനങ്ങൾ ഇൻക്ലൂഡിങ് ആസാം, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള തിക്ക് തിരക്ക് കൂടിയ സംസ്ഥാനങ്ങൾ, അതായത് പെർട്ടിക്കുലർലി നമ്മളുടെ ഈ ചൈൽഡ് പോളിസി ഒന്നും പെർട്ടിക്കുലർലി സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ പുറകിൽ നിൽക്കുന്ന കൺട്രീസിൽ, സ്റ്റേറ്റുകളിൽ പെർട്ടിക്കുലർലി ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ആണ്. പെർട്ടിക്കുലർലി മധ്യപ്രദേശ്, ആസാം. അവിടെ എത്ര റേറ്റ് എന്ന് അറിയാമോ? 180-നോടടുക്കും. അതായത് നാഷണൽ ആവറേജിന്റെ ഏറ്റവും ഒരു ഇരട്ടിയോളം, നാഷണൽ ആവറേജിന്റെ ഇരട്ടിയോളം എന്ത് വരികയാണ്? മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് വരികയാണ്. അത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രി, ഒരു സംസ്ഥാനമുണ്ട്. നമ്മളുടെ സ്വന്തം കേരളമാണ്. കേരളത്തിലെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആവറേജിന്റെ 5-ല് 1 ഭാഗം മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് 19 ആണ് ഇന്ത്യയുടെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. എക്സെപ്റ്റ് 1920 ആണ് നമ്മളുടെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. 1,00,000 ആളുകൾ കേരളത്തിൽ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെറും 19 ആളുകളുടെ അമ്മമാര് മാത്രമേ മരിക്കുന്നുള്ളൂ. മധ്യപ്രദേശിലാണെങ്കിലോ 180ഓളം ആളുകളുടെ അമ്മമാര് മരിക്കുന്നുണ്ട്. 180, 50 ആസാമിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും മരിക്കുന്നുണ്ട്. സോ ഇത് ഹൈലി അലേർട്ട് ആണ്. അദ്ദേഹം ഇത് ഇങ്ങനെ തന്നെയാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവേർഡ് ആക്ഷൻ വേണ്ട സ്റ്റേറ്റുകൾ, ദെൻ സദേൺ സ്റ്റേറ്റുകൾ, ദെൻ അതർ സ്റ്റേറ്റുകൾ. മനസ്സിലായോ? ഈ സൗത്ത് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പെർട്ടിക്കുലർലി നമ്മളുടെ ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. അവർ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഓക്കെ, സോ ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന 3 ഡിലേസിലേക്ക് അല്ലെങ്കിൽ 3 പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രോബ്ലമാണ്. അതായത് ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അവർക്കൊരു അവയർനെസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ പ്രഗ്നന്റ് ആയ വുമൺ ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവിക്കുന്ന ഒരു അവസ്ഥ വരാം. അത് ഹൈലി ഡേഞ്ചറസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു. ഒരു കുട്ടിക്ക് വീട്ടിൽ പ്രസവിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ് തന്നെ പൊക്കിൽ കൂടി മുറിച്ചു കൊടുത്തു. എന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എവിടെ പോയി? വില്ലേജ് ഓഫീസിലേക്ക് പോയി. വില്ലേജ് ഓഫീസർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് തരാനായിട്ട് പറ്റില്ല, കാരണം കുട്ടി ജനിച്ചതിന് നമുക്ക് തെളിവില്ല. കേരളത്തിൽ നടന്നാണ് കേട്ടോ, കേരളത്തിൽ നടന്ന കാര്യമാണ്. കുട്ടി ജനിച്ചു എന്ന് ഇതിന് തെളിവില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ മാസമാണ് കേരളത്തില് ഒരു കുട്ടി മരിച്ചുപോയത്. വീട്ടിൽ പ്രസവിച്ചിട്ട് കുട്ടിയും അമ്മയും മരിച്ചു എന്ന് തോന്നുന്നു. അമ്മ മരിച്ചു എന്ന് എനിക്കറിയില്ല, കുട്ടി പെർട്ടിക്കുലർലി മരിച്ചു പോയത്. സോ വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പല നോർത്തേൺ സംസ്ഥാനങ്ങളിലും, ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള നോർത്തേൺ സംസ്ഥാനങ്ങളുടെ ഒരു സ്ഥിതിയാണ്. സോ ആ ഒരു സമ്പ്രദായം വീണ്ടും ഇടയ്ക്ക് വരുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തുലവും തുച്ഛമാണ്, എന്നാലും നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഡിലേയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് വീട്ടിൽ നിന്നൊരു പ്രഗ്നന്റ് ആയ വുമണിന് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടുള്ള അവൈലബിലിറ്റി, മൈൽ ടു മൈൽ, എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കാനായിട്ട് സ്റ്റേറ്റുകൾക്ക് സാധിക്കുന്നുണ്ടോ? അതൊരു പ്രോബ്ലമാണ്. എനിക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ ഒരു വുമണിന് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഒരു വണ്ടി വിളിച്ചു പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ, റോഡ് ഉണ്ടോ, അല്ലെങ്കിൽ വണ്ടി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടോ? ഇതെല്ലാം സെക്കൻഡ് ഡിലേയിൽ വരും. ദെൻ തേർഡ് ഡിലേ ഈസ് റിലേറ്റഡ് ടു
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ അഡക്വേറ്റ് ഫാക്കൽറ്റീസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അഡക്വേറ്റ് സ്റ്റാഫ്സ് ഇല്ലാണ്ടിരിക്കുക, ദെൻ എന്താണ് ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് തേർഡ് ഡിലേയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ അത് അദ്ദേഹം പറയുന്നത് ഈ തേർഡ് ഡിലേ നമ്മൾ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒന്നാമത്തെ ഡിലേയിൽ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സെക്കൻഡ് ഡിലേയിലാണെങ്കിലോ ട്രാൻസ്പോർട്ടേഷനും ഇൻഫ്രാസ്ട്രക്ചറും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, തേർഡില് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ആ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ കേടുപാടുകൾ മാറ്റി അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആക്കി മാറ്റുക എന്നുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തേർഡ് ഡിലേയിലെ പ്രോഗ്രാംസ് കുറയ്ക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇനി നമ്മൾ ഈ പ്രോബ്ലംസ് ഫസ്റ്റ് ഡിലേയിലും സെക്കൻഡ് ഡിലേയിലും തേർഡ് ഡിലേയിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്, വുമൻസിന് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല, എവിടെ ഹെൽത്ത് സെക്ടറിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം എന്താണ്, എഡ്യൂക്കേഷനിൽ അവർ ബാക്ക്വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ നോംസ് അതിനെ അനുവദിക്കാതെ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഒരാൾ വോളണ്ടിയർ അവിടെ എത്തുന്നു. നമ്മളുടെ ഇവിടെയൊക്കെ ആരാണ് അങ്ങനെ പോകുന്നത്, ആശാ വർക്കർമാരാണ്. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസിനെയാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ആശാ വർക്കർമാർ ഈ പ്രഗ്നന്റ് വുമൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരവരുടെ വാർഡുകളിലുള്ള പ്രഗ്നന്റ് വുമൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് വേണ്ട പ്രീ നാറ്റൽ കെയർ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? ഈ പ്രഗ്നൻസി ടൈമിലുള്ള എല്ലാ കാര്യങ്ങളും, ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് നോക്കും, അവരുടെ വെയിറ്റുകൾ നോക്കും, ചെക്കപ്പ് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് മോണിറ്റർ ചെയ്യും. അങ്ങനെയാണ് ഫസ്റ്റ് ഡിലേ നമ്മൾ ഒഴിവാക്കുന്നത്. അതുകൂടാണ്ട് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും, എഡ്യൂക്കേഷണൽ എംപവർമെന്റ്, ദെൻ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിലേ ഒഴിവാക്കുന്നത്. സെക്കൻഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, സെക്കൻഡ് ഡിലേ നമ്മൾ ഒഴിവാക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആംബുലൻസ് സിസ്റ്റംസ്, ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകൾ, സ്പെഷ്യൽ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരള ഗവൺമെന്റ് നടത്തുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് ആദിവാസി സമൂഹത്തിലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളിൽ പെടുന്നവർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? അവർക്ക് ഫ്രീ ആയിട്ട് വാഹന സൗകര്യം പ്രൊവൈഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ആ പദ്ധതിയുടെ പേര് മാതൃയാനം പദ്ധതി എന്നാണെന്ന് തോന്നുന്നു. സോ അതിന് പെർട്ടിക്കുലർലി നമ്മളുടെ സ്റ്റേറ്റില് പണം നീക്കി വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഡിലേ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെയാണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ്? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്ട്രക്ചറലിൽ വരുന്ന പ്രശ്നങ്ങൾ. അത് നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളെ ഉൾപ്പെടുത്തുക, ദെൻ സ്പെഷ്യൽ റെഫറൽസ് യൂണിറ്റുകൾ കൊടുക്കുക. അതെങ്ങനെയാണ്? അത് തേർഡ് ഡിലേയിൽ വരുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യൽ റെഫറൽ യൂണിറ്റുകൾ നമ്മൾ കൊടുക്കുക. സ്പെഷ്യൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അതായത് 20 ലക്ഷം ആളുകൾ വരുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ 2 റെഫറൽ യൂണിറ്റുകൾ വേണം എന്നോ അങ്ങനെ എന്തോ ആണ് കണക്ക് വരുന്നത്. ഒരു ഡിസ്ട്രിക്റ്റിൽ 20 ലക്ഷം ആളുകൾക്ക്, 2 മില്യൺ പോപ്പുലേഷനുകൾക്ക് 4 FRU യൂണിറ്റുകൾ വേണം. FRU യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കുകൾ, ദെൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും. അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സ്കാനിങ്, ദെൻ മെഡിക്കൽ ഫെസിലിറ്റി, അതായത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാര്, അതിനു വേണ്ട അനുബന്ധ സാമഗ്രികൾ, ഓപ്പറേഷൻ തിയേറ്റർ, ഇതെല്ലാം അടങ്ങുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് ഫസ്റ്റ് റെഫറൽ ഓഫീസർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയില്ലേ, അതിനേക്കാളും വലിയൊരു ഫോർമുലയാണ്. അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, ഏത് അവസ്ഥയിലുള്ള ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അതിനെയാണ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. ഇതെല്ലാമാണ് നമുക്ക് തേർഡ് ഫേസിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മെഡിക്കൽ കോഴ്സുകൾ എന്താണ്? ഈ മെറ്റേണൽ മോർട്ടാലിറ്റിക്ക്, അമ്മ മരിക്കാനായിട്ടുള്ള സാധ്യതന് മെഡിക്കൽ കോഴ്സുകൾ എന്താണ്? സോ അത് അത്ര നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അതായത് മേജർ പ്രോബ്ലം വരുന്നത് എവിടെയാണ്? മേജർ പ്രോബ്ലം വരുന്നത് ബ്ലഡ് പോകുന്നതിലൂടെയാണ്, ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നതിലൂടെയാണ്.
സോ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ചെയ്യണം. എന്താണ്? ബ്ലഡ് ബാങ്കുകളെ സമീപിക്കണം, അതായത് ഡോണറിനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ബ്ലഡ് അവൈലബിൾ ആയിരിക്കണം. അത് ചിലപ്പോ ഈ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളിൽ മാത്രമേ നമുക്ക് അത് എൻഷുർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് പെട്ടെന്ന് നമ്മളുടെ തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ ബ്ലഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? കേരളത്തിൽ പറ്റുമായിരിക്കാം, കേരളത്തിലെ മുട്ടിന് ആശുപത്രി ഉള്ള ഒരു സ്ഥലമാണ്. സോ പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ നോർത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ മെറ്റർനിറ്റി മോർട്ടാലിറ്റി കൂടുതലുള്ള മധ്യപ്രദേശിലാണെങ്കിൽ ഈ അടുത്തടുത്തുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ല അവിടെ. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് മാറും. ദെൻ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ മാതൃത്വ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോഴ്സുകളായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ കേരള മോഡലിനെ കുറിച്ചിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചിട്ട് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ അവസാനിക്കുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആശാ വർക്കർമാർ? ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അക്രഡിറ്റഡ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഇവർ ഏത് പദ്ധതി പ്രകാരമാണ് ഇവര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഇവര് വോളണ്ടിയർ വർക്കേഴ്സ് ആണ്. അതായത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളുകളല്ല. ഇവര് വോളണ്ടിയർലി ഓരോ വാർഡുകളിലും വരുന്ന ആളുകളാണ്. ഇവർക്ക് ഹോണറേറിയമാണ് കൊടുക്കുന്നത്. കുറച്ച് മാസം മുൻപ്, കഴിഞ്ഞ മാസമോ അതിന് മുന്നത്തെ മാസമോ കേരളത്തിലെ ആശാ വർക്കർമാർ സമരത്തിലായിരുന്നു. അവർക്കുള്ള ഹോണറേറിയം 12,000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ദെൻ റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലായിരുന്നു. ആ സമയത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇത്. സോ എന്താണ് ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസിലാണ്. എന്ത് വേണ്ടിയിട്ടാണ്? 5 ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. അതായത് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട്, പ്രീ നാറ്റൽ കാര്യങ്ങൾ, ദെൻ കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പോഷകാഹാരങ്ങൾ, ദെൻ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ദെൻ അഡോളിസന്റ് ഏജ് വരെ. അതായത് ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് അമ്മയെയും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ അഡോളിസന്റ് ഏജ് വരെയും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ ആശാ വർക്കർമാരാണ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളാണ്. മനസ്സിലായോ? ഇവർ ഏത് സ്കീമിന്റെ അണ്ടറിലാണ് വരുന്നത്? 2005 മുതലാണ് ഈ ആശാ വർക്കർമാരുടെ ഒരു സാന്നിധ്യം വരുന്നത്. അത് ഏതിലൂടെയാണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005 പ്രകാരമാണ് ആശാ വർക്കർമാരെ നിയമിക്കാനായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള നിയമമായിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ 2011 എന്ത് വരുന്നു? നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും സംയോജിപ്പിച്ചുകൊണ്ട് 2011 നാഷണൽ ഹെൽത്ത് മിഷൻ രൂപീകരിച്ചു. സോ പിന്നീട് അതിന്റെ കീഴിലായി ആശാ വർക്കർമാരുടെ പ്രവർത്തനം. ദെൻ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ വരുന്ന ആരാണ്? നമ്മുടെ അംഗനവാടി ടീച്ചർമാരുണ്ടല്ലോ, അംഗനവാടി വർക്കേഴ്സ് ഇല്ലേ, അംഗനവാടി അമ്മമാര്, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആശാ വർക്കേഴ്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കറന്റ് കേരളത്തിൽ നടന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഹോണറേറിയം കൊടുക്കുന്നത് ഒരു പാർട്ട് ആരാ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ കൊടുക്കും. 2,000 രൂപയോ 3,000 രൂപയോ എന്തോ ആണ്, 2,500 രൂപയോളമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന പാർട്ട് ഓരോ സംസ്ഥാനങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതിൽ ഒരു ഇത്ര ശതമാനം കേരളം പ്രൊവൈഡ് ചെയ്യും. അതാണ്. ഇത് കൂടാണ്ട് ഇവർ ചെയ്യുന്ന വർക്കിന് ദെൻ ഇവർക്ക് ഇൻസെന്റീവ് ആണുള്ളത്. അതായത് ഒരു വിവരം രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർക്ക് 50 രൂപ, 15 രൂപ, ഒരു വീട്ടിൽ പോയി സർവേ എടുക്കുന്നതിന് 15 രൂപ, അങ്ങനെ എന്ന കണക്കിലാണ് ഇവർക്ക് ഇൻസെന്റീവുകൾ ഉള്ളത്. നമ്മളുടെയൊക്കെ അമ്മമാര് ചിലപ്പോ ആശാ വർക്കർമാരിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് അവർക്ക് ഇൻസെന്റീവ് കിട്ടുന്നത്. അവർക്ക് പ്രത്യേകിച്ച് സാലറിയോ റിട്ടയർമെന്റ് ബെനിഫിറ്റോ ഇല്ല. കേരളത്തിന്റെ ഒരു കണക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മുതൽ 15 മണിക്കൂർ വരെ ഇവര് വർക്ക് ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്. COVID-19 ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരായിരുന്നു നമ്മുടെ വെയിൻസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് അറിയാമോ? 12,000. ശമ്പളം എന്നേ പറയാൻ പറ്റത്തില്ല, ഹോണറേറിയം. നിങ്ങൾ ചെയ്യുന്ന പണിക്കുള്ള ഒരു പാരിതോഷികം മാത്രം, ശമ്പളമേ അല്ല. ഇവർ പെട്ടെന്ന് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ആശാ വർക്കറിന് പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് സംഭവിച്ചു. എന്ത് പറയും?
ഗവൺമെന്റ് എന്ത് പറയും? ഗവൺമെന്റ് പറയും നിങ്ങളുടെ സേവനത്തിന് നന്ദി, എല്ലാത്തിനും ദൈവം തുണയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹോണറേറിയം, ദൈവം തുണയുണ്ട് എന്നൊരു വാക്ക് ചിലപ്പോൾ പറയാം, അത്രയേ ഉള്ളൂ. സോ ഇത്രയും നമ്മുടെ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ? അത് പറഞ്ഞിട്ടാണ് കേരളത്തിൽ സമരം ചെയ്തത്. 5 ലക്ഷം റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഞങ്ങൾക്ക് തരണം, അതായത് റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ളതും ദെൻ അവരുടെ ഹോണറേറിയം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഈ ആശാ വർക്കർമാരായ അമ്മമാര് സമരം ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ സെക്കൻഡ് ആർട്ടിക്കിൾ. സോ എന്താണ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ ഇവിടുത്തെ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ മെയിൻസ് ആൻസർ റേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റാറ്റിക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് 93. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കൂടി നിൽക്കുന്നത്? മധ്യപ്രദേശ് ഉണ്ട്, ആസാം ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം 100-ന് മേലെയാണ്. ദെൻ കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇതിൽ ഉൾപ്പെടുത്തി. മനസ്സിലായോ? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് സിസ്റ്റം കൂടിയുണ്ട്. മനസ്സിലായോ? പിന്നെ ഒരു കുട്ടി പോലും വീട്ടിൽ ജനിക്കരുത്. മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് അല്ലാണ്ട് ഒരു ബർത്ത് പോലും മാറരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞ നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്? മാതൃവദന യോജന, ദെൻ മാതൃയാനം പദ്ധതി. മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് SC/ST കമ്മ്യൂണിറ്റികളിലെ അമ്മമാരെ പ്രസവിക്കുവാനായിട്ട് എവിടേക്ക് കൊണ്ടുപോകും? ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ദെൻ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് ഉണ്ട്, മാതൃവദന യോജന. 5000 രൂപയോളം ഒന്നാമത്തെ പ്രസവത്തിനും 6000 രൂപ രണ്ടാമത്തെ പ്രസവം പെൺകുട്ടിയാണെങ്കിലും കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെർട്ടിക്കുലർ മാതൃവദന യോജന സ്കീമിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. പെർട്ടിക്കുലർലി ക്ലൈമറ്റ് ചേഞ്ചിനല്ല, ഇത് ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലും ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ സോഷ്യോളജിക്കൽ ടേം? പെർട്ടിക്കുലർലി നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു വരുമ്പോൾ ഇത് പെർട്ടിക്കുലർലി ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാത്രം അഡ്രസ് ചെയ്തു പോകും. പക്ഷേ ഈ ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് പറയുന്നത് കോസ്റ്റൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് എൻവിറോൺമെന്റ് പ്രോബ്ലം കാരണം അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ കാരണം അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ്, വളരെ രസകരവും നമുക്ക് ഒരു ന്യൂ ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ത്യയിലെ നമ്മളുടെ കോസ്റ്റൽ ഇറോഷൻ കൂടി വരികയാണ്. കാരണം എന്താണ്? മഴ ഒരുപാട് പെയ്യുന്നു. ദെൻ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് അതിന് ഉദാഹരണമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നവരോ, അവർക്ക് എന്താ സംഭവിക്കുന്നത്? രാജ്യം അവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? പി സൈനത്ത് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. ഇന്ത്യ കണ്ട മഹാന്മാരായ ജേർണലിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, എവരിബഡി ലവ്സ് എ ഗുഡ് റോഡ്. എല്ലാവരും ഒരു വരൾച്ചയെ സ്നേഹിക്കുന്നു. നമ്മളുടെ 1999 എന്തോ ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ തുടർച്ചയായി നടന്നുകൊണ്ടിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു ഒരു വാക്യം എങ്ങനെയാണ്: മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത് അണ്ടിൽ എ ന്യൂ പ്രൊജക്ട് കംസ്. പാവങ്ങൾ ഭൂമി അവകാശമാക്കും ഒരു പുതിയ പദ്ധതി വരുന്നത് വരെ. പുതിയ പദ്ധതി വന്നു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിടും. അവരെങ്ങോട്ട് പോയി, അവരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊന്നും ആർക്കും അറിയണ്ട. സോ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിലൊക്കെ എഴുതുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത്. മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത് എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്ന ഒരു വാക്യമാണ്. അദ്ദേഹം അതിനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത് അണ്ടിൽ എ ന്യൂ പ്രൊജക്ട് കംസ്. സോ ഇന്ത്യയുടെ ഒരു പോളിസി ഇംപ്ലിമെന്റേഷനെ കുറിച്ചിട്ട് കൂടിയാണ് അദ്ദേഹം അതിനെ വിമർശിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ആ വിമർശനം ഗംഭീരമായ അർത്ഥങ്ങൾ ഉളവാക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാം, നമ്മളുടെ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിലേക്ക് വരാം. ഇവിടെ പെർട്ടിക്കുലർലി പറയുന്നത്, ഞാൻ പറഞ്ഞു, കോസ്റ്റൽ ഇറോഷൻ കൊണ്ട് അല്ലെങ്കിൽ കോസ്റ്റൽ പൊല്യൂഷൻ കൊണ്ട്, വേലിയേറ്റം കൊണ്ട് എന്ത് സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ് ആയി പോകുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പ്രത്യേകം പറയുന്നത്. എന്താണ് ഇതിന് കാരണം? എൻവിറോൺമെന്റൽ കാരണങ്ങൾ തന്നെയാണ്.
എൻവിറോൺമെന്റൽ കാരണങ്ങൾ തന്നെയാണ്. എന്തൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒഡീഷയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, കർണാടകയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, കേരളത്തിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. മുതലപ്പൊഴിയിലെ പ്രതിഷേധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മുതലപ്പൊഴിയിലെ അപകടങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ അവിടെ സംഭവിച്ചേ? അതായത് മുതലപ്പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർബർ ആയിരുന്നു. ഹാർബർ പെർട്ടിക്കുലർലി അവിടെ നിന്ന് കടലിലേക്ക് ആളുകൾ പോവുകയും ബോട്ട് തിരിച്ച് കരക്കടയ്ക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. വലിയ മികച്ച ഹാർബർ ഒന്നും അല്ല, ചെറിയൊരു ഹാർബർ, അതായത് ബോട്ട് പോകാനായിട്ടുള്ള സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു. ബോട്ട് സേഫ് ആയിട്ട് തീരത്തടിയുന്ന സ്ഥലമായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഈ മുതലപ്പൊഴിയിലേക്ക് നമ്മളുടെ ബോട്ടുകൾക്ക് അടുക്കാനായിട്ട് സാധിക്കുന്നില്ല. തിരയുടെ വ്യത്യാസം, കാറ്റിന്റെ വേഗത, ഇതെല്ലാം കാരണം മുതലപ്പൊഴിയിലേക്ക് അടുക്കുന്ന ബോട്ടുകളെല്ലാം മറിയുകയാണ്. പല മരണങ്ങളും അവിടെ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു 3-4 മരണങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് തോന്നുന്നു. പിന്നീട് വരുന്ന ഒരുപാട് ബോട്ടുകൾ ഈ മുതലപ്പൊഴിയിൽ മറിയുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് റെക്കോർഡിക്കൽ അല്ലെങ്കിലും തിരിച്ചറിഞ്ഞത് നമ്മളുടെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതി പ്രകാരം പല ചേഞ്ചസ് നമ്മളുടെ കോസ്റ്റൽ റീജിയനുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം കൂടിയാണ് ഈ മുതലപ്പൊഴിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം. സോ മുതലപ്പൊഴിയിൽ ഇനിയിപ്പോ ബോട്ട് ഇറക്കാനായിട്ട് സാധിക്കില്ല. മുതലപ്പൊഴിയിലെ ആളുകൾ എന്ത് ചെയ്തു? വേറെ ഹാർബറിൽ എത്തിച്ചിട്ട് അവർക്ക് അവിടെ ബോട്ട് ഇറക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് വേണം ഇനി അവർ മീൻ പിടിക്കാൻ പോകേണ്ടത്. സോ എന്ത് ചെയ്യും? അവിടുത്തെ സാധാരണ മനുഷ്യർ നാളെ തുടങ്ങി നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ പണിക്ക് പോകരുത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചു, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ നല്ലൊരു ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങളോട് പറയാണ് നിങ്ങൾ നാളെ തുടങ്ങി ഈ ജോലി ചെയ്യരുത്, നിങ്ങൾക്ക് ഞാൻ വേറെ ജോലി തരാം, വേറെ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അവർ ഡിസ്പ്ലേസ്ഡ് ആയി പോകും. ആ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ? മുതലപ്പൊഴി തികച്ചും ചെറിയൊരു പ്രശ്നമാണ്, കുറച്ചും കൂടി ലോക്കൽ ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഞാനതൊരു എക്സാമ്പിളിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കാരണം, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് കാരണം, പെർട്ടിക്കുലർലി സോയിൽ സീ വാട്ടർ റൈസ് ചെയ്യുന്നത് കാരണം ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നു. അവരെവിടെയാണ് എത്തിപ്പെടുന്നത്? അവരെത്തിപ്പെടുന്നത് ഒരു ഇൻഫോർമൽ എക്കോണമിയിലേക്കാണ്. അതായത് അവർക്ക് പെർട്ടിക്കുലർലി ജോലിയില്ല, ദെൻ ദേ വിൽ മൈഗ്രേറ്റ്. മുതലപ്പൊഴിയിലുള്ളവർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ അവരെന്താ ചെയ്യുന്നത്? അവരുടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജോലികൾ ചെയ്യും? ഇല്ല, അവരെന്താണോ ജോലി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് പോകും. മനസ്സിലായോ? ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? കാരണം സാധാരണ ജനങ്ങൾക്കും ഇക്വാലിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിയമങ്ങളുള്ളത്. ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? റൈറ്റ് ടു ലീവ്, സ്വതന്ത്രമായിട്ടും ഡിഗ്നിറ്റിയോടും. വെറുതെ ജീവിച്ചാൽ പോരാ, വെറുതെ ചത്തു മരിക്കുകയല്ല ഒരാളുടെ, ഒരു ഇന്ത്യൻ സിറ്റിസണിന്റെ അവകാശം എന്ന് പറയുന്നത്. ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. സോ ആ അവകാശം ഇവർക്ക് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് ഫോക്കസ് മാത്രമേ നമ്മൾ ഈ ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? സോ നമ്മൾ ഈ ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡ് ഫോക്കസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ അത് നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ സ്പെഷ്യലി പറയുന്നത്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോണിനെ കുറിച്ചിട്ടാണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ അക്കാഡമിക് സ്പെസിഫിക് ആയിട്ട് പറയുന്നു. നമ്മളുടെ സോഷ്യോളജിക്കൽ പാർട്ടും നമ്മുടെ ആർട്ടിക്കൽ പാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്താണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ? കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റൽ ലൈനിന് അടുത്തുള്ള 500 മീറ്റർ പ്രദേശത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കോസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ തീരത്തോട് ചേർന്നിട്ടുള്ള, ഷോറിനോട് ചേർന്നിട്ടുള്ള 500 മീറ്റർ പ്രദേശത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യും. അപ്പൊ ഒരു പ്രശ്നമുണ്ടല്ലോ, ഷോറിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ എന്തോരം ഷോറിനോട് ചേർന്നു എന്നൊരു ചോദ്യം വരില്ലേ? അതായത് വെള്ളം വേലിയേറ്റ സമയത്ത് കയറിയും വേലിയ ഇറക്ക സമയത്ത് ഇറങ്ങിയും ഇരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ഏതാണ് ഈ കറക്റ്റ് ഷോർ എന്നുള്ളത് ഒരു പ്രശ്നമാകും. സോ ഹൈ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനിനും ഇടയിലുള്ള 500 മീറ്ററിൽ പെർട്ടിക്കുലർലി നമ്മൾ ചില റെഗുലേഷനുകൾ ഉൾപ്പെടുത്തും. മനസ്സിലായോ? ഹൈ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനും അടുത്തുള്ള 500 മീറ്റർ സ്ഥലത്ത് നമ്മൾ പെർട്ടിക്കുലർലി റെഗുലേഷൻ ഉൾപ്പെടുത്തും. ഇതിനെയാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം.
കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1991 1991 LPG റിഫോംസ് ചെയ്തത് ഏത് വർഷമാണ്? 1991. ആ വർഷം തന്നെയാണ് നമ്മൾ കോസ്റ്റൽ റെഗുലേഷൻ സോണും ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സിംഗിൾ പ്ലാൻ ആണ് അല്ലെങ്കിൽ സിംഗിൾ റെഗുലേഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടായി. കാരണം പല സംസ്ഥാനങ്ങളും തിക്കും തിരക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ട് ഒറ്റ പ്ലാൻ പറ്റില്ല. മനസ്സിലായോ? ദെൻ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ചലഞ്ച് ചെയ്യണം. സോ 1991 പ്ലാന് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ഡിഫറെന്റ് അമെന്റ്മെന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 91 ശേഷം 99 2001 അങ്ങനെ ഡിഫറെന്റ് അമെന്റ്മെന്റുകളും നമ്മളുടെ ബ്യൂറോക്രാറ്റിക് ഓർഡേഴ്സും ഇതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2011 ഇംപ്ലിമെന്റ് ചെയ്തു. അതിനെ ഒരുപാട് ചേഞ്ചസുകൾ മാറ്റിയിട്ട് 2011 വീണ്ടും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ നമ്മൾ കോസ്റ്റൽ സോണിനെ 4 ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തു? 4 ഡിവൈഡ് ചെയ്തു. കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 ഇങ്ങനെ 4 സോണുകളായിട്ട് നമ്മൾ തിരിച്ചു. ഇതില് സോൺ 3 ഒരു ആക്ടിവിറ്റീസും നടക്കില്ല. സോൺ 3 ഒരു ആക്ടിവിറ്റീസും നടക്കില്ല. സോൺ 1 സോൺ 2 ലിമിറ്റഡ് ആക്ടിവിറ്റീസ് നടത്താം. സോൺ 3 ഒരു ആക്ടിവിറ്റീസും നടത്തത്തില്ല. സോൺ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സോൺ 1, 2, 3, 4 പോകാം. പക്ഷെ ഇത് ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അതായത് അടുത്ത് നിന്ന് അവസാനം വരെ അല്ല ഈ സോൺ 1, 2, 3, 4 എന്നത് നമ്പർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സോണിൽ 1 ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല. ദെൻ സോൺ 2 കുറച്ചും കൂടി നടക്കും. 3 എല്ലാം നടക്കും. അങ്ങനെയല്ല. ഇതിന്റെ ഈ നമ്പർ സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സോൺ 3 ഏറ്റവും കൂടുതൽ റെഗുലേഷനുകൾ ഉള്ളത്. സോൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൺ 1 നമുക്ക് വരാം. സോൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഈ ഹൈ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനിനും ഇടയിലുള്ള സ്ഥലമാണ് നമ്മളുടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1 ആയിട്ട് പറയുന്നത്. അതായത് വേലിയേറ്റ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കയറാനായിട്ടുള്ള സ്ഥലവും വേലി ഇറക്ക സമയത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങാനായിട്ടുള്ള സ്ഥലവും പെർട്ടിക്കുലർലി പറഞ്ഞാൽ അതേതായിരിക്കും? ചെളി സ്ഥലങ്ങളായിരിക്കും, മാർഷി ലാൻഡ്സ് ആയിരിക്കും. അവിടെ എന്താണ് പെർട്ടിക്കുലർലി ഉണ്ടാവുക? അവിടെ മാൻഗ്രൂവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ കയറുന്ന സ്ഥലവും വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന സ്ഥലവും. സോ അതിന് പെർട്ടിക്കുലർലി ആ രണ്ടിന് ഇടയിലുള്ള സ്ഥലം എന്തായിരിക്കും? ചെളി പ്രദേശങ്ങളായിരിക്കും. എക്കോളജിയിൽ പഠിച്ച് ക്ലാസ് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ വേറൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, എക്കോട്ടോൺസ്. എക്കോട്ടോൺസ് കൂടുതലായിട്ടുള്ള ഏരിയ ആയിരിക്കും. സോ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിരിക്കും. അവിടെ എന്ത് ചെയ്യാൻ? അവിടെ പെർട്ടിക്കുലർലി ബിൽഡിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം എന്താണ്? ഒന്നാമത്തെ അവിടെ നടക്കില്ല, കാരണം ചെളി പ്രദേശമാണ്. ചില ബിരുദന്മാർക്ക് വാട്ടർ ഫ്രണ്ട് വില്ലേക്ക് കെട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കും. ഇവിടെ ഇല്ല, നടക്കില്ല. അത് പെർട്ടിക്കുലർലി ചെളി പ്രദേശമാണ്, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണ്. അവിടെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷനുകൾ ഒന്നും, പ്രൈവറ്റ് കൺസ്ട്രക്ഷനുകൾ ഒന്നും നടത്തില്ല. എക്സെപ്ഷൻ എന്തൊക്കെയുണ്ട്? അറ്റോമിക് പ്രൊജക്ട്സുകൾ ഉണ്ട്, ട്രാൻസ് ഹാർബർ സീലിംഗുകൾ ഉണ്ട്. പക്ഷേ ഇതൊന്നും വെള്ളത്തിന്റെ എന്തിനെ തടയാൻ പാടില്ല? നാച്ചുറൽ ഫ്ലോയിനെ തടയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഹൈ ടൈഡ് ഏരിയയ്ക്കും ലോ ടൈഡ് ഏരിയയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. പെർട്ടിക്കുലർലി ചെളി പ്രദേശമാണ്, വെള്ളം കയറി ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. സോ അതിന്റെ നോർമൽ ഫ്ലോയിനെ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. മനസ്സിലായോ? ദെൻ കോസ്റ്റൽ റെഗുലേഷൻ സോൺ. കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ. അതായത് നമ്മളുടെ ഈ കോസ്റ്റൽ 1-നും 2-നും പുറത്തുള്ള, കോസ്റ്റൽ 1-നും 3-ക്കും പുറത്തുള്ള സ്ഥലമാണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട്. എന്താണ്? നമ്മുടെ മുനിസിപ്പൽ ലിമിറ്റുകൾക്കുള്ളിൽ, പഞ്ചായത്ത് ലിമിറ്റുകൾക്കുള്ളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ടൗണുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള സ്ഥലത്ത് ബിൽഡിങ്ങുകൾ പെർമിറ്റ് ചെയ്യും. എങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ്? അതായത് ഹസാഡസ് അല്ലാത്ത ബിൽഡിങ്ങുകൾ. ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടത്തും. കാരണം അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറുകളും കാര്യങ്ങളും ഉള്ളതാണ്. സോ അതിന് നമ്മൾ ഫുള്ളി പൊളിച്ചു കളയേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? അതിനെ ഹസാഡസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? ദെൻ കം ടു സോൺ 3. സോൺ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈ ടൈഡ് ലെവൽ ഉണ്ടല്ലോ, ഏറ്റവും വെള്ളം കയറാനായിട്ടുള്ള ഏറ്റവും വലിയ ലെവല്, അതിന് 200 മീറ്റർ വരെ. അതായത് അത് തുടങ്ങി ആദ്യത്തെ 200 മീറ്റർ സോൺ ഏതായിരിക്കും?
കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 3 ആണ്. കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 3, അതായത് ഹൈ ലെവൽ ടു ലോ ലെവൽ എത്രയാണ്? കോസ്റ്റൽ റെഗുലേറ്ററി 1 ആണ്. ദെൻ ഹൈ ടൈഡ് ലെവൽ ടു പുറത്തേക്കുള്ള 200 മീറ്റർ എന്താണ്? കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 3 ആണ്. മനസ്സിലായോ? സോ അതെന്തായിരിക്കും? അത് കുറച്ചും കൂടി കടലിനോട് അടുത്ത് വരുന്ന പ്രദേശമല്ലേ? അവിടെ എന്താണ്? അവിടെ ഒരു പരിപാടി നടക്കില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, മരടില് ഒരു ഫ്ലാറ്റ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഷൗബിൻ ഷാഹിറിന്റെ ഒക്കെ ഫ്ലാറ്റുകൾ അടങ്ങുന്ന ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഈ മരടിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രീമിയർ കമ്പനി ആയിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ അത് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 3-ലായിരുന്നു അതുണ്ടായിരുന്നത്. സോ അത് കോടതി പറഞ്ഞു തട്ടിക്കോ, പൊളിച്ചു കളഞ്ഞു. മനസ്സിലായോ? അതാണ്. ദെൻ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഒരു ഐലൻഡുകൾ ഉണ്ടാവുമല്ലോ, വാട്ടർ ബോഡീസ് റിലേറ്റഡ് ആയിട്ട് ചില ഐലൻഡുകളോടൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്ന വെള്ളത്തോട് കൂടിയുള്ള പ്രദേശത്തെയാണ് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 4-ൽ വരുന്നത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 3. സോൺ 3-ലാണ് മനുഷ്യവാസമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മനസ്സിലായോ? അതാണ് സോൺ 3-നെ ഒഴിവാക്കിയിരുന്നത്. സോൺ 1 എവിടെയാണ്? സോൺ 1 ആക്ച്വലി വെള്ളത്തിലാണ്. വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ മാർഷി ലാൻഡ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ കണ്ടൽ കാടുകളൊക്കെ വെച്ച് പിടിച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് വെള്ളത്തിനും കരയ്ക്കും ഇടയിലുള്ള സ്ഥലം, വേലിയേറുന്ന സമയത്ത് വെള്ളം കയറുന്ന സ്ഥലം, അതാണ് കോസ്റ്റൽ റെഗുലേഷൻ 1. അവിടെ വെള്ളത്തിന്റെ സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു ബിൽഡിങ്ങുകളും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഏതൊക്കെ ബിൽഡിങ്ങുകൾ സംഭവിക്കാം? വാട്ടർ ഫ്രണ്ട് വില്ല വെക്കാൻ പറ്റുമോ? ഇല്ല, വില്ല ഒന്നും വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ അറ്റോമിക് എനർജി പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ് ഹാർബർ സീലിംഗുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ദെൻ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് ഏരിയാസ് ആണ്. ഡെവലപ്ഡ് ഏരിയാസ് ഇൻ ദ സെൻസ് നമ്മളുടെ കോസ്റ്റൽ റെഗുലേറ്ററി സോണിൽ 3-ക്ക് പുറത്തുള്ള സ്ഥലം. മനസ്സിലായോ? അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട്, മുനിസിപ്പാലിറ്റീസ് അംഗീകരിച്ച കെട്ടിടങ്ങൾ ഉണ്ട്. മനസ്സിലായോ? ദെൻ സോൺ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ വലിയ 200 മീറ്റർ ഹൈ ടൈഡ് ലെവലിൽ നിന്ന് 200 മീറ്റർ മാറി നിൽക്കുന്ന പ്രദേശങ്ങളിൽ പെടുന്നതാണ്. ടോട്ടലി ഈ നമ്മുടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ വരുന്നത് ടോട്ടലി ഒരു 500 മീറ്റർ, ഒരു 1/2 കിലോമീറ്ററിനുള്ളിലുള്ള ചുറ്റുപാടുമുള്ള ആളുകളെയാണ് ഇത് മേജർ ആയിട്ട് ബാധിക്കുക. ഓക്കെ, ഇതാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ. അതിനുശേഷം 2011 ഈ റെഗുലേഷൻ വന്നതിന് ശേഷം നമ്മൾ പെർട്ടിക്കുലർലി ഒരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയുടെ പേര് സൈലേഷ് നായിക് കമ്മിറ്റി. 2014-ലാണ് ഈ കമ്മിറ്റി എടുക്കുന്നത്. ഈ കമ്മിറ്റി പറഞ്ഞു, നമ്മൾ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ചില റെഗുലേഷനുകൾ കുറയ്ക്കണം, എന്നാൽ മാത്രമേ ടൂറിസവും പോർട്ട് കൺസ്ട്രക്ഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യിക്കുകയുള്ളൂ. മനസ്സിലായോ? ടൂറിസം ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, പോർട്ട് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈലേഷ് നായിക് പറഞ്ഞു നമ്മൾ ഈ റെഗുലേഷനുകൾ കുറച്ച് കുറയ്ക്കണം. ഏത് കമ്മിറ്റി? സൈലേഷ് നായിക് കമ്മിറ്റി. അതിന്റെ ബേസിസിൽ നമ്മൾ റെഗുലേഷൻ കുറച്ചിട്ട് ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തു. കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ 2018 അമെന്റ്മെന്റ്. 2018 അമെന്റ്മെന്റ് ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒരു തമാശ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രകാരം, അതായത് പുതിയ റെഗുലേഷനുകൾ പ്രകാരം നമ്മളുടെ മരടിലെ ഫ്ലാറ്റ് കോസ്റ്റൽ റെഗുലേഷൻ 3-ക്ക് പുറത്തായി. അപ്പോൾ അത് പൊളിച്ചു കളയേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരെ പിന്നീട് എത്തി. മനസ്സിലായോ? സോ അത്രയും വലിയൊരു ഫ്ലാറ്റ് പൊളിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്, അത് പൊളിച്ചു കളയേണ്ടത് ഉണ്ടായിരുന്നില്ല, അത് കോസ്റ്റൽ റെഗുലേഷൻ സോണിന് 3-ക്ക് പുറത്തേക്ക് വന്നു. മനസ്സിലായി? ഇത് പെർട്ടിക്കുലർലി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടും ദെൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടെന്നുള്ള പേരിലൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുകയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിന്റെ പ്രഷറിലായിരിക്കാം ചിലപ്പോൾ ഈ റെഗുലേഷനുകൾ നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് സന്നദ്ധരായിരുന്നത്. സോ ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത് എന്താണ്? ഈ ആർട്ടിക്കിൾ കോസ്റ്റൽ റെഗുലേഷനെ കുറിച്ച് ആയിരുന്നില്ല. ആർട്ടിക്കിൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് കാരണം ഡിസ്പ്ലേസ്ഡ് ആകുന്ന കമ്മ്യൂണിറ്റീസിനെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ സ്റ്റേറ്റ് തിരിഞ്ഞു നോക്കുന്നില്ല. മനസ്സിലായോ? ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്, ഇഫ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ ഡിഫൈനിങ് ചാലഞ്ച് ഓഫ് അവർ ഇറ, responding to the climate induced displacement must be at the core of India's adaptation strategy. മനസ്സിലായോ? ഈ പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇതുവരെ ഒരു ഗൈഡ് ലൈൻസും പുറപ്പെടുവിച്ചിട്ടില്ല. ഇവരെന്ത് ചെയ്യണം? നമ്മൾ
ലോകത്തിന് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ മാതൃകയാകുന്ന ഒരു കൺട്രിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന് മുൻപിൽ മാതൃകയാക്കുന്ന ഒരു കൺട്രിയാണ്. പക്ഷേ അവര് ഈ ഡിസ്പ്ലേസ്ഡ് ആകുന്ന കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടും നോക്കുക കൂടി വേണം എന്നാണ് ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇസ്രായേൽ ഇറാൻ വാർ. നമ്മളുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിലുള്ള റിമാർക്കിംഗ് ദ ന്യൂക്ലിയർ ഓർഡർ ഇൻ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്നാണ് ഈ ഒരു ന്യൂസ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കേണ്ടത് ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട്, കഴിഞ്ഞ മാസത്തിലും ഈ മാസത്തിന്റെ ആദ്യമൊക്കെ ആയിട്ട് ഇറാൻ ഇസ്രായേലില് വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും നമ്മൾ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു, മനസ്സിലായോ? സോ അത് വലിയ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മധ്യസ്ഥതയിൽ ആ യുദ്ധം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ആ യുദ്ധ കാരണം ഉണ്ടായിരുന്നത്? ശരിക്കും എന്തിനാണ് ഇവന്മാര് ഈ ഇസ്രായേല് ഇറാനെ കയറി അടിച്ചത്? നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് ഇസ്രായേൽ ഒരു യുദ്ധത്തിലാണ്. ഓൾറെഡി ഹമാസുമായിട്ട് ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ദീർഘമായിട്ടുള്ള യുദ്ധത്തിലാണ് നെതന്യാഹു ഏർപ്പെട്ടിരിക്കുന്നത്. സോ പെട്ടെന്നൊരു ദിവസം ഒരു രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നെതന്യാഹു 2 മിസൈലുമായിട്ട് നമ്മളുടെ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലേക്ക് 2 ബോംബുകൾ പതിപ്പിക്കുകയാണ്. ബോംബുകൾ പതിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഇസ്രായേലിന്റെ ഡിഫൻസ് കാപ്പബിലിറ്റിയുടെ ഒരു ഗംഭീര എക്സാമ്പിൾ കൂടി അവിടെ നടന്നു. അതായത് ഈ മിസൈൽ ബോംബുകൾ പതിപ്പിക്കുന്നതിനോടൊപ്പം അവര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു എയർ സ്പേസ് ക്രിയേറ്റ് ചെയ്തു. വിച്ച് മീൻസ് അവരുടെ ഡ്രോണുകൾ പറന്നുയരുന്നത് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെയായി. ഇറാന്റെ പടക്കോപ്പുകൾ പുറത്തുനിന്നുള്ള ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇറാന്റെ ഉള്ളിൽ തന്നെ ഇവർ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് എവിടെയാണോ സ്ഥലം അവിടെ ടാർഗറ്റ് ചെയ്തിട്ട് പൊട്ടിച്ചു കളഞ്ഞു. മനസ്സിലായോ? ഇറാന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൺട്രി ചെറിയ ബോംബുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് എക്സ്പ്ലോഷൻ സംഭവിച്ചു കഴിഞ്ഞു. അത് ഇറാന്റെ ഡിഫൻസിനേറ്റ ഏറ്റവും വലിയൊരു അടിയാണ്. മനസ്സിലായോ? മൊസാദിന്റെ പിള്ളേര് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. സോ മൊസാദ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സലന്റ് ടീമാണ് അവര്. മനസ്സിലായോ? പ്രിസിഷൻ അറ്റാക്കിന്റെ കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ ഇറാനിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇറാനില് ഹമാസിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നേതൃത്വം പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിടക്കുന്ന റൂമില് പ്രിസിഷൻ അറ്റാക്ക് നടത്തി. അതായത് വേറൊരു കുഞ്ഞു പോലും ആ പ്രദേശത്ത് അറിഞ്ഞിട്ടില്ല. പ്രിസിഷൻ അറ്റാക്ക് ഏത് റൂമാണ് അദ്ദേഹം കിടക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അവിടെ അറ്റാക്ക് നടത്തി അദ്ദേഹത്തെ തീർത്തു കളഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസ് വിങ് ആണ് ഈ മൊസാദും ഇസ്രായേലും. വെൽ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷെ അവർ അത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില ഹ്യൂമാനിറ്റേറിയൻ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇവരുടെ ഈ എക്സലൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് മോറലി ചിന്തിക്കാനായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് തിരിച്ച് നമ്മളുടെ ഇതിലേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാനിൽ പെട്ടെന്നൊരു അറ്റാക്ക് അവർ നടത്തി. പെർട്ടിക്കുലർലി ഇതിന്റെ അകത്തുനിന്ന് തന്നെ ഇറാനിന്റെ അകത്തുനിന്ന് തന്നെ ഇസ്രായേലിൽ ബോംബുകൾ ലോഞ്ച് ചെയ്തിട്ട് വിടാനായിട്ട് ശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പെട്ടെന്ന് ഒരു അറ്റാക്ക് നടത്തിയത്? അതായത് ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാകാനായിട്ട് പോകുന്നു. അതായത് അവർ പെർട്ടിക്കുലർലി ന്യൂക്ലിയർ ബോംബുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു ധ്വനി എയറിലുണ്ട്. എവിടെയുണ്ട്? എയറിലുണ്ട്. സോ ഇവര് ന്യൂക്ലിയർ കൺട്രി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇറാന് അത് വലിയൊരു ത്രെട്ടാണ്. മനസ്സിലായോ? കാരണം മിഡിൽ ഈസ്റ്റില് ഞങ്ങൾ മാത്രം ന്യൂക്ലിയർ പവർ ചെയ്താൽ മതി. അതായത് ഒരു വീട്ടിൽ 2 രക്തസാക്ഷികൾ വേണ്ട എന്നൊരു സിനിമയെ പറയുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ 2 ന്യൂക്ലിയർ പവർ വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ നെതന്യാഹുവിന്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണമാണ് അദ്ദേഹം പെട്ടെന്ന് അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒബാമയുടെ കാലത്ത് പണ്ട് തുടങ്ങി ഇവർ ഈ ഇറാൻ ന്യൂക്ലിയർ പവർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്ന കൺട്രി ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റി ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അവരുടെ ന്യൂക്ലിയർ എനർജീസ് നല്ലതിന് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് പ്രമാണിക്കുന്ന ഒരു ട്രീറ്റിയാണ് ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി? ഇന്ത്യ അതിൽ ഒപ്പുവെച്ചിട്ടില്ല, ഇറാൻ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ
ഇറാൻ ഈ യുറേനിയം, നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ, ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം എന്താണ്? യുറേനിയം. യുറേനിയം എന്ത് ചെയ്യണം? യുറേനിയം ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കി മാറ്റണം. മനസ്സിലായോ? ഇന്നലെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കണം. ഇന്ന് രാവിലെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. സോ ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കി മാറ്റണം. എന്തിനെ? യുറേനിയത്തെ. മനസ്സിലായി? യുറേനിയം 238 ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അതിനെ യുറേനിയം 235 ആക്കി മാറ്റും. സോ യുറേനിയത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ന്യൂക്ലിയർ ബോംബുകളും ന്യൂക്ലിയർ എനർജീസും ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഇറാന്റെ പ്ലാൻ. ഇത് നടപ്പാക്കാതിരിക്കാൻ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ എല്ലാം തെരഞ്ഞു പിടിച്ച് കൊന്നു കളഞ്ഞു. ആര്? നമ്മളുടെ നെതന്യാഹു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അവിടെയുള്ള മേജർ മിലിറ്ററി ഓപ്പറേഷൻകാരെയും തെരഞ്ഞു പിടിച്ച് കൊന്നു കളഞ്ഞു. ആര്? മൊസാദിന്റെ ടീമുകളാണ് ഈ കൊല്ലുന്നത്. മനസ്സിലായോ? നമ്മളുടെ നെതന്യാഹു നേരെ പോയിട്ട് കൊല്ലില്ല. മൊസാദിന്റെ ടീമുകളും ബാക്കിയുള്ളവരും ചെന്നിട്ട് അവരെ കൊന്നുകളയും. സോ ഇതാണ് അവിടെയുള്ള ഒരു സിറ്റുവേഷൻ. സോ പെട്ടെന്നുള്ള ഒരു അറ്റാക്കിനുള്ള കാരണം എന്തായിരുന്നു? ഈ ന്യൂക്ലിയർ ട്രീറ്റി സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് മുതലേ ഇവർ ന്യൂക്ലിയർ ട്രീറ്റി, ഒരു ന്യൂക്ലിയർ പ്ലാൻ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആരുണ്ടാക്കുന്നുണ്ട്? ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ്. അല്ല, ഇറാൻ. ഇറാനാണ് ന്യൂക്ലിയർ എനർജി വേണ്ടത്. ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഇസ്രായേലിന് ചലഞ്ചാണ്. മനസ്സിലായോ? ബറാക് ഒബാമയുടെ കാലത്ത് ഇവര് ഒരു ന്യൂക്ലിയർ ഡിസ്കഷന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് കാരണം ഒരു ജോയിന്റ് കമ്മിറ്റി വിളിച്ചു. മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളും ദെൻ ഖത്തർ, അങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ള മുസ്ലിം കൺട്രീസും ബറാക് ഒബാമ, അതായത് US-ന്റെ നേതൃത്വത്തിൽ ഒരു ജോയിന്റ് കമ്മിറ്റി വിളിച്ചു. ഈ കമ്മിറ്റിയിൽ എന്ത് തീരുമാനിച്ചു? ഇവര് എന്തായിരിക്കും ന്യൂക്ലിയർ യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, അല്ലാണ്ട് ബോംബുകൾ ഉണ്ടാക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യില്ല. അതായത് ഒരു 3% മുതൽ 18% വരെയൊക്കെയാണ് ഈ യുറേനിയം എൻറിച്ച് ചെയ്ത് കഴിഞ്ഞത്. അതായത് യുറേനിയത്തിൽ നിന്ന് യുറേനിയം 238 എന്ന് പറയുന്നത് 235 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാണ് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് മനസ്സിലാക്കാത്തവർക്ക് ഇന്നലെ നമ്മൾ ന്യൂക്ലിയർ എനർജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നത്, ഫിസൈൽ മെറ്റീരിയലിനെ ഫെർട്ടൈൽ മെറ്റീരിയൽ ആക്കുന്നത് എല്ലാം. അപ്പോൾ അത് കാണാത്തവർ ആ ക്ലാസ് കൂടി കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് വരാൻ. ഈ ക്ലാസ്സിന്റെ പെർട്ടിക്കുലർലി ജിയോ പൊളിറ്റിക്സ് ആണ് പറയുന്നതെങ്കിലും ഇത് ഒന്ന് കയറി വരും. സോ ഈ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് 3% മുതൽ 18% വരെയാണെങ്കിൽ നോർമലി എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യുറേനിയം എൻറിച്ച്മെന്റ് ഒരു 90%, 100%ലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ കൺട്രി എന്ത് ചെയ്യാൻ പോവുകയാണ്? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. യുറേനിയം എൻറിച്ച്മെന്റ് 100%ലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രി ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. 2014-18 കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറാൻ ഇത് 90%ലേക്ക് എത്തി. സോ നെക്സ്റ്റ് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ഇവർ ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. മനസ്സിലായോ? സോ ഇതെല്ലാം സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. 90% എത്തി എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഓ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇവർ ബോംബ് ഉണ്ടാക്കുകയാണ്. അത് ഭീഷണിയാണ്. സോ അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ജോയിന്റ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ നേതൃത്വത്തിൽ? ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ. ബരാക് ഒബാമയും മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ രാജ്യങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ കീഴിൽ ഇവർ പറഞ്ഞു, ഞങ്ങൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യുകയുള്ളൂ. ബരാക് ഒബാമയുടെ കാലം എന്നാണ് 2009-10 കാലഘട്ടങ്ങളിലായിരുന്നല്ലോ. അതിനുശേഷം ആരധികാരത്തിൽ വന്നു? ട്രംപ് അധികാരത്തിൽ വന്നു. ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നു. ട്രംപ് ഫസ്റ്റ് ടേമിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റിയിൽ നിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പിന്മാറി. ട്രംപിന് തോന്നി ഈ ട്രീറ്റി വേണ്ട എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഒറ്റയ്ക്ക് അങ്ങോട്ട് പിന്മാറി. സോ ആര് ഫ്രീ ആയി? ഇറാൻ ഫ്രീ ആയി. ഇറാൻ വീണ്ടും ഈ പണി തുടങ്ങി. എന്ത് പണി തുടങ്ങി? യുറേനിയം എൻറിച്ച് ചെയ്യാനായിട്ടുള്ള പണി തുടങ്ങി. മനസ്സിലായോ? ദെൻ പിന്നെയാണ് ഈ 90%ലേക്ക് എത്തുന്നത്. സോ ഇപ്പോ അവരെന്ത് ചെയ്യുന്നു? ഇപ്പോ അവര് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. ആര്? ഇറാൻ. സോ ട്രംപ് വീണ്ടും പറഞ്ഞു, അതായത് April 4-നോ April 5-നോ ട്രംപ് വന്നിട്ട് പറഞ്ഞു, മക്കളെ 6 മാസത്തിനുള്ളിൽ, മക്കളെ ഇറാനെ 6 മാസമല്ല 60 ദിവസത്തിനുള്ളിൽ, അതായത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ട്രീറ്റി സൈൻ ചെയ്യണം. ഒരു ട്രീറ്റി ഉണ്ടാകണം. നമുക്കൊരു എല്ലാവരെയും ഒരുമിച്ച് കൂടിയിരുത്തിയിട്ട് നമുക്കൊരു ട്രീറ്റി ഉണ്ടാക്കാം. കാരണം മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്റെ ഒരു സ്വന്തമായിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ ലോകത്തിന് സമാധാനമായി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് ഞാൻ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ലക്ഷ്യം ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇനി ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാടില്ല. അതിന് പകരം നമുക്കൊരു ട്രീറ്റ് സൈൻ ചെയ്യാം. നമുക്ക് ഡിസ്കഷനിൽ എത്തിയിട്ട് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? 60 ദിവസത്തിനുള്ളിൽ
കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. ആ ഡേറ്റ് ആയിരുന്നു ജൂൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ജൂൺ 2 മാസം, ഏപ്രിൽ ജൂൺ 7 ആയിരുന്നു ആ സമയം. അതിന് മുന്നെയാണ്. സോ ഈ ചർച്ചകൾ ഫലം കണ്ടില്ല. ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യുറേനിയം ഇറാൻ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അതായത് യുറേനിയം എൻറിച്ച്മെന്റ് സ്വയം നടത്താൻ പാടില്ല. സ്വയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇവര് എന്തോരം നടത്തുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇവർ സ്വയം എൻറിച്ച് ചെയ്യാൻ പാടില്ല, പുറത്തു നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അതെന്ത് കഷ്ടം! ഞങ്ങളുടെ കയ്യിലുള്ള സാധനം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ഇറാൻ ചോദിച്ചു. പിന്നെ വേറെ പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ എല്ലാ ന്യൂക്ലിയർ റിസോഴ്സുകളും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും എല്ലാവർക്കും തുറന്നു കൊടുക്കണം. വിച്ച് മീൻസ് എല്ലാവർക്കും അതിന്റെ ഡാറ്റ എവിടെയാണെന്ന് പ്രൊവൈഡ് ചെയ്യണം. ആർക്കാണ്? അമേരിക്കക്കാണ്. അമേരിക്കയുടെ അടുത്തുള്ള സുഹൃത്താരാണ്? നെതന്യാഹു ആണ്. മനസ്സിലായോ? സോ എല്ലാവർക്കും അത് പരസ്യമാക്കണമെന്ന് പറഞ്ഞു. അതും ആര് എതിർത്തു? ഇറാൻ എതിർത്തു. ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചർച്ചയൊക്കെ ചെയ്യാന്ന് വിളിച്ചത് ശരിയാണ്. നമ്മൾ വട്ടത്തിൽ ചായയൊക്കെ കുടിക്കുന്നുണ്ട്, ജ്യൂസും കുടിച്ചിട്ട് നമുക്ക് പിരിയാം. നമ്മൾ ഇതിലൊരു തീരുമാനം എത്തുന്നില്ല. ഞങ്ങളുടെ പ്ലാനുകളായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. സോ ഈ സമയം ആരിടപെട്ടു? ഇസ്രായേൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. മനസ്സിലായോ? ഒരു സോവറിൻ കൺട്രിയുടെ മേലില് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാണ്. ഇറാൻ തിരിച്ചടിച്ചു. ഇറാൻ തിരിച്ചടിച്ചതാണ് നമ്മൾ ന്യൂസിലൂടെ കണ്ടത്. ഇത് കോൺഫ്ലിക്റ്റ് എങ്ങനെ എൻഡ് ചെയ്തു? വീണ്ടും US-ഉം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസും മധ്യസ്ഥത പ്രഖ്യാപിച്ചു. വീണ്ടും നമുക്ക് ഇതിലൊരു സമവായം എത്താമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം അവസാനിച്ചത്. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ഇറാൻ ഇസ്രായേൽ വാറിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതലുള്ള ഹിസ്റ്ററിയിലേക്ക് പോയിട്ടില്ല. ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പെർട്ടിക്കുലർലി ഈ ന്യൂക്ലിയർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി മാത്രമാണ് പറഞ്ഞത്. ന്യൂക്ലിയർ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഈ ഇസ്രായേലിനാണ് പ്രശ്നം. കാരണം ഒരു വീട്ടില് 2 രക്തസാക്ഷികൾ വേണ്ട, ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റില് 2 ന്യൂക്ലിയർ പവറുകൾ വേണ്ട. മനസ്സിലായോ? ഞങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അതാണ് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇറാൻ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരുപാട് കാലമായി. പണ്ട് തുടങ്ങി ഇവർക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം, ഒരു ന്യൂക്ലിയർ പവർ ആവണം എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ അഹോരാത്രം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2009-10 കാലഘട്ടങ്ങളിലായപ്പോൾ നമ്മളുടെ ബറാക് ഒബാമ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യരുത്, ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കരുത്, പകരം നമുക്കൊരു ട്രീറ്റിയിൽ ഒപ്പിടാം. ട്രീറ്റിയിൽ ഈ യുറേനിയം എല്ലാം നിങ്ങൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ യൂട്ടിലൈസ് ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ട്രീറ്റിയിൽ നിന്ന് ഒറ്റയടിക്ക് പിൻവാങ്ങി. മനസ്സിലായോ? സോ അവർ വീണ്ടും ഫ്രീ ആയി. ഇറാൻ വീണ്ടും ഫ്രീ ആയി. ഇറാൻ വീണ്ടും എൻറിച്ച്മെന്റ് തുടർന്നു. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് എന്ത് വരുന്നേ? അതിന്റെ അവസാന ഘട്ടത്തിലാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്തത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അറ്റാക്ക് ഇപ്പൊ നടത്തിയില്ലെങ്കിൽ ഇനി നമ്മൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ഉണ്ടാവില്ല, ഇസ്രായേൽ ജനതയെ അവരാക്രമിച്ച് തകർത്ത് കളയും എന്നൊരു ഇമോഷണൽ ഡയലോഗൊക്കെ ട്വിറ്ററിലൂടെയൊക്കെ പങ്കുവച്ചിട്ടാണ് അദ്ദേഹം ഈ അറ്റാക്കിനെ ന്യായീകരിച്ചത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾ പെർട്ടിക്കുലർ ടു നമ്മളുടെ ഇറാൻ വാറിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ മറൈൻ പൊല്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. ഇന്ന് ചില വാർത്തകൾ ഇന്നലെ പറഞ്ഞ വാർത്തകളുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നുണ്ട്. എവിടെയാണ്? ബീഹാറിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഗോത്രൂ ചെയ്യില്ലേ നിങ്ങൾ? പിന്നെ എന്താണ് ഉണ്ടായിരുന്നേ? പിന്നെ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് നമ്മൾ 3 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബ്രിക്സ് ഉച്ചകോടി, 5 നേഷൻ വിസിറ്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസ് കേൾക്കുമ്പോൾ വീണ്ടും അതിലേക്ക് ഗോ ത്രൂ ചെയ്യുക. പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പഴകിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും ഒന്ന് പൊടിതട്ടി എടുത്തിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു വാർത്ത കേട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ റോളിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനുമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാനായിട്ട് സാധിക്കും, പക്ഷേ സൊല്യൂഷൻ പറയുന്നവരാണ് യഥാർത്ഥ ബ്യൂറോക്രാറ്റ്. ഓക്കെ, അതപ്പോ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. എല്ലാവർക്കും താങ്ക് യു.